സ്ക്വയറിന്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ട്രിക്കായിരുന്നു പാഠം. പക്ഷെ സ്ക്വയർ മാത്രമല്ല നമ്മൾ ചോദിക്കുക. നമുക്ക് ഈ ട്രയാങ്കിളിന്റെ എണ്ണം കണ്ടുപിടിക്കുന്ന ചോദ്യം വരാറുണ്ട് സാർ. അപ്പോ നമുക്കിപ്പോ ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചു. ആ ട്രയാങ്കിളിന്റെ എണ്ണം ഏതെല്ലാം മോഡല് നിങ്ങളോട് ചോദിക്കുന്നുള്ളതാണ്. അപ്പോ ഇവിടെ കോഹോസായ കുട്ടികളൊന്ന് ശ്രദ്ധിക്കണം കാര്യം. ബോർഡ് കാണുന്നുണ്ടോ പോലെ? കാണുന്നുണ്ട് സാർ. ഓക്കെ, ഇതിലിപ്പോ ഒരു ട്രയാങ്കിൾ ആണ് എന്ന് നമുക്കറിയാം. പക്ഷെ ഇത് പ്രത്യേക രീതിയിൽ നമ്മൾ കൂടുതൽ വരകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ രീതികളൊക്കെ മാറുകയാണ്. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് നേരെ ഒരു വര വരച്ചു. ഇപ്പൊ എത്ര ട്രയാങ്കിളിന്റെ മോളെ ഇവിടെ? 3. അപ്പൊ നമുക്കതിനെ എളുപ്പമാക്കുന്നതാണ് ഈ ഓരോന്നിനും 1, 2 എന്ന് നമ്പർ കൊടുത്തിട്ട് 1 + 2 = 3. ആ 3 എന്നത് ഒരു ട്രയാങ്കിൾ നമ്പർ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ വരികയാണെങ്കിൽ അപ്പൊ അങ്ങനെയും വരാം പരീക്ഷയ്ക്ക്. ഇവിടെ നിങ്ങൾക്ക് വേറെ ഇത് കൂടുതൽ ഒന്ന് ഇവിടെ കൊടുത്തു, ഒന്ന് ഇങ്ങോട്ട് കൊടുത്തു. ഇങ്ങനെ വരുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെ 1, 2, 3, 4 എന്ന് നമ്പർ കൊടുക്കുകയാണ്. നിങ്ങൾ എന്താണെന്ന് പോകണ്ട. 1 + 2 + 3 + 4 ആയിരിക്കും. അപ്പൊ നമുക്കറിയാം 1 മുതൽ 4 വരെ കൂട്ടിയാൽ 4 × 5/2 ഇത് 10 ആയിരിക്കും. ഇവിടെ ട്രയാങ്കിളിന്റെ എണ്ണം 10 ആണ്. അതാണ് ഈ ഒരു രീതിയിലുള്ള രൂപം വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാണ്. അതേ സമയത്ത് വേറെ പല മോഡലും കഴിഞ്ഞ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു. വേറെ മോഡലും ഈ ട്രയാങ്കിളിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് വരാറുണ്ട്. അത് ഒരു പക്ഷെ ഇങ്ങനെയായാലോ, ഒരു റെക്ടാങ്കിൾ കൂടെ വരച്ചുകൊണ്ട് ഇത് നമ്മൾ ട്രയാങ്കിൾ ആക്കാൻ പോവുകയാണ്. ഒന്നിങ്ങനെ വരച്ചു, ഒന്ന് ഇങ്ങോട്ട് വരച്ചു. ഇവിടെ ട്രയാങ്കിളിന്റെ എണ്ണം എത്രയായിരിക്കും? ഞാൻ കുട്ടികളെ മൈക്ക് ഒടിച്ച് ഓൺ ചെയ്ത് തരാം. ഇത് 5 മിനിറ്റ് സൗണ്ട് ടീച്ചർ ക്ലാസ് എടുക്കും നിങ്ങൾക്ക്. അപ്പൊ അതിന്റെ ഇടയിലൊന്ന് ഞാനൊന്ന് ഇടപെട്ടത് മാത്രമേ ഉള്ളൂ. മക്കളെ ഇതിൽ എത്ര ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റുന്നില്ല. ഞാൻ കാണിച്ചു തരാം. എന്നാ പിന്നെ ഇപ്പുറത്തെ ഇല്ലല്ലോ. 1, 2, 3, 4 4 പിന്നെ 1ഉം 2ഉം ചേർന്നാൽ ഒരു ട്രയാങ്കിൾ ആവും എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ 4 × 1 5, 5 × 1 6, 6 × 1 7, 7 × 1 8. അപ്പൊ ഇത്തരം രീതിയിലാണ് വരകൾ വരുന്നതെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് 4 × 2 എന്ന് എഴുതാം. 4 × 2 4 × 2 8 ആണ്. അപ്പൊ 8 ഞാൻ എണ്ണി കാണിച്ചു തന്നു നിങ്ങൾക്ക്. 1, 2, 3, 4. 1ഉം 5, 1ഉം 6, 1ഉം 7, 1ഉം 8. പക്ഷേ ഇതൊന്നുകൂടി അങ്ങ് എൻലാർജ് ചെയ്താലോ? എങ്ങനെ എൻലാർജ് ചെയ്യാന്ന് പറഞ്ഞാല് ഇത് ഒരു പെട്ടിയും കൂടി ഇതിന്റെ കൂടെ ചേർത്ത് അവിടെ വെച്ചെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു പെട്ടി കൂടി ചേർത്ത് വെച്ചു. ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഡയഗണൽ വരച്ചു. ഇവിടുന്ന് നമ്മളിങ്ങനെ ഡയഗണൽ വരച്ചു. ഇപ്പൊ മക്കളൊന്ന് പറഞ്ഞു നോക്കി. ഞാനൊന്ന് ഓൺ ചെയ്യാം. മക്കളെ നിങ്ങളൊന്ന് ഊഹിച്ച് പറഞ്ഞാൽ മതി, എത്ര ട്രയാങ്കിൾ ഇതിലുണ്ട് മൊത്തം? 16. അവര് 16 പറഞ്ഞു. പക്ഷെ 16 പറഞ്ഞത് അവർ ഇവിടെ 8 എടുത്തു, ഇവിടെ 8 എടുത്തു. പക്ഷെ അവർ കാണാതെ പോയ ഒരു 2 ഇവിടെ ഉണ്ട് സ്വാമി ടീച്ചറെ. അവര് കാണാതെ പോയ ഒരു 2 ഇവിടെ ഉണ്ട്. അപ്പൊ 8 × 16 18 ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പൊ അവര് കാണാതെ പോയ ആ 2 ഏതാന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതൊന്ന് ഇതാണ്. ആരോ ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇതാണ്. അത് മക്കൾ കണ്ടിട്ടില്ല. അതാണ് അവര് 16 പറഞ്ഞു പോയത്. പിന്നൊന്ന് ഇതാണ്. ഈ വലുത് 2 കണ്ടിട്ടില്ല. അപ്പൊ അതും ട്രയാങ്കിൾ ആണ്.
അപ്പൊ 16, 8, 8, 16, 2, 18 ട്രയാങ്കിൾ. ഇനി ഈ വരകൾ ചിലപ്പോൾ മുതിർന്ന ക്ലാസ്സിൽ എത്തുമ്പോൾ ആ വരകൾ കുറച്ചുകൂടി അങ്ങോട്ട് ഒരു പെട്ടി കൂടി വെച്ചു. അപ്പൊ ഇതിന്റെ എളുപ്പമാർഗം എന്നത് അത് പറയണ്ടല്ലോ. ഇവിടെ 8+8 എന്നതിന് പുറമെ നിങ്ങൾ ഈ 2 ജോയിന്റ് എണ്ണിയാൽ മതി. ഇവിടെ ഒരു ജോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു ജോയിന്റ് ഉണ്ട്. അപ്പൊ ആ 2 ജോയിന്റ് കൂടി എണ്ണിക്കഴിഞ്ഞാൽ ക്ലിയർ ആയി. ഇനി ഒരു പക്ഷേ ഞാൻ കുട്ടികൾക്ക് പറയാനാവും നോക്കട്ടെ, രക്ഷിതാക്കൾ ഇടപെടല്ലേ. ഒരു പക്ഷേ ഇത് ഒന്നുകൂടി ചേർത്താണ് ട്രയാങ്കിളിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഡയഗണൽ വന്നു, ഇവിടെ വന്നു ഡയഗണൽ. മക്കൾ പറ, ഇതാണെങ്കിൽ ഞാൻ മൈക്ക് നോട്ട് ചെയ്യാൻ പോവാണേ, ഇതാണെങ്കിൽ ഇതിലെ ഈ ജോയിന്റ് കൂടി അവർ എണ്ണി. അപ്പോൾ നമുക്ക് ആദ്യത്തെ 8 എടുക്കാം, രണ്ടാമത്തെ 8 എടുക്കാം, മൂന്നാമത്തെ 8 എടുത്തിട്ട് 3 × 8 24ന്റെ കൂടെ 4 ജോയിന്റ് ആണ് ഉള്ളത്. ആ 4 ജോയിന്റ് കൂടി എണ്ണിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് കിട്ടുന്നത് 28 ആണ്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാം. അപ്പോൾ ഞാൻ വരാൻ സാധ്യതയുള്ള, നിങ്ങളുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ള കൗണ്ടിങ് ഫിഗേഴ്സ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാനൊരു ടീച്ചർ ഓൺലൈൻ ഉണ്ട്, ടീച്ചർ നിങ്ങൾക്ക് EVSO GK ഒക്കെ എടുക്കും. വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ ഇതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്, അപ്പൊ അത് കാണാം. ഞാൻ മക്കൾക്ക് ഒരു ചെറിയ ചോദ്യം തരികയാണ്. ഈ ചോദ്യത്തിന്റെ ആൻസർ എന്നെ ആദ്യം വിളിച്ച് പറയുന്ന 5 പേർക്ക്, ചോദ്യത്തിന്റെ ആൻസർ എന്നെ ആദ്യം വിളിച്ച് പറയുന്ന 5 പേർക്ക് ഞാൻ LSSന്റെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യന്റെ ഒരു ബണ്ടിൽ നേരിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. നിങ്ങൾക്ക് ആരോടും ചോദിക്കാം. പക്ഷെ ഇപ്പോഴല്ല വിളിക്കേണ്ടത്, ഈ ക്ലാസ് കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കേണ്ടത്. വിളിക്കണമെന്നില്ല, വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 8686171729 എന്ന നമ്പറിലേക്ക് മക്കൾ വാട്സപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആദ്യം വാട്സപ്പ് ചെയ്യുന്ന 5 പേർക്കായി കൊടുക്കുക. കൂടുതൽ പേര് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരെ നറുക്കിട്ടെടുത്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആ കുട്ടികളുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കും. ശരി, നമുക്ക് എന്താണ് ആ ചോദ്യം എന്ന് ശ്രദ്ധിക്കാം. The difference of the sum and difference of 2 numbers is 44. Which is the least number? Angel, ആ ചോദ്യം ഒന്ന് വായിച്ചേ മോളെ. Sare, the difference of the sum and difference of 2 numbers is 44. What is the least number? ഒന്നുകൂടി വായിച്ച് നോക്കി വായിച്ച്. The difference of the sum and difference of 2 numbers is 44. What is the least number? Which is the least number എന്ന് what is the least number ഒക്കെ പറയാം. ശരി, ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഏതായിരിക്കും ആ ചെറിയ നമ്പർ എന്നാണ് നിങ്ങളോട് ചോദ്യം. മലയാളം തരുമോ? മലയാളം പറയാം. 2 സംഖ്യകളുടെ തുകയും വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസം 44 ആകുന്നു. 2 സംഖ്യകളുടെ തുകയും വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസം 44 ആയാൽ ആ സംഖ്യയിൽ ചെറുതേത് എന്നാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യം നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബിൽ ഈ ക്ലാസ് വരുന്ന സമയത്ത് അതിലൂടെ നിങ്ങൾക്ക് ആൻസർ എഴുതി അറിയിക്കാം. ശരി, സൗമ്യ ടീച്ചറെ നിങ്ങൾക്ക് തുടരാം. ചോദ്യം എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ. ഫസ്റ്റ് കുട്ടികൾ ഉണ്ടാവില്ലേ? അവരൊന്ന് പറയണേ. Okay, miss. അപ്പൊ എല്ലാവരും തയ്യാറല്ലേ? പെന്നൊക്കെ എടുത്ത് ബുക്കൊക്കെ എടുത്ത് റെഡി ആയിരിക്കാനുള്ള എല്ലാരും? ഞാൻ ചോദ്യം പറയാം. ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ചിലതിലൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ചിലതിൽ ഓപ്ഷൻസ് ഇല്ല. അപ്പൊ ഓപ്ഷൻ മനസ്സിലായിട്ടില്ലെങ്കിൽ, ചോദ്യം മനസ്സിലായാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ ഇല്ലെങ്കിലും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ലാസ്റ്റ് ആൻസർ പറയും.
ഓക്കെ, ആദ്യത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥാപരമായ കൃതി ഏത് എന്നതാണ്. ആരും ആൻസർ പറയണ്ട, എല്ലാരും എഴുതാം. ഒന്നുകൂടെ ചോദ്യം പറയാം. നിങ്ങൾക്കറിയാലോ, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വിശ്വ സാഹിത്യകാരനാണ് ആര്? നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ. ഒരുപാട് കഥകളിലൂടെ നമ്മളെ ചിന്തിപ്പിച്ച, അതുപോലെ തന്നെ നമുക്ക് ഏറെ ഇഷ്ടമുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ നമ്മളെ മുന്നിലേക്ക് എത്തിച്ച ഒരു വലിയ കലാകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥാപരമായ കൃതി ഏത്? അപ്പൊ എല്ലാരും എഴുതിയിട്ടുണ്ടാവല്ലോ, നല്ല കുട്ടികളായിട്ട്. അടുത്ത ചോദ്യം ഒരു കവിതയാണ്. ആ കവിതയുടെ 2 വരികളാണ് ഞാൻ ചൊല്ലുന്നത്. ചൊല്ലല്ല, ആദ്യം പറയാം. കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ മക്കളെ. കവിതയുടെ വരികൾ നിങ്ങൾക്ക് നന്നായി ചൊല്ലാൻ അറിയുന്നവരുണ്ടാവല്ലോ ഗ്രൂപ്പില്. ആരെങ്കിലും ആ കവിതയുടെ വരികളൊന്ന് ചൊല്ലൂ, കേൾക്കട്ടെ. കോസ്റ്റായ കുട്ടികൾക്കൊന്ന് ചൊല്ലാൻ പറ്റുമോ 2 വരികള്? ആരുല്ലേ? മിടുക്കരാണെന്നാണല്ലോ സാറ് പറഞ്ഞത്. ടീച്ചർ അതിന്റെ ഇത് ഈണമൊന്നും അറിയത്തില്ല. ഒന്ന് വായിച്ചോളൂ, മോള് വായിച്ചോളൂ. കാടവിടെ മക്കളെ, മേടവിടെ മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ മക്കളെ. ആരുടെ വരികളാണിത്? നന്നായിട്ടുണ്ട്, മിടുക്കി. ആരുടെ വരികളാണെന്ന് എഴുതിയോ? എല്ലാരും എഴുതിയോ? കമന്റ് ചെയ്യണ്ട കേട്ടോ. അപ്പം ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ കമന്റ് ചെയ്യാം. അടുത്ത ചോദ്യം പറയട്ടെ. മർക്കടമുഷ്ടി എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? നിങ്ങൾക്ക് ഒരു പലതരത്തിലുള്ള ശൈലികൾ ചോദിച്ചിട്ട് അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിന്. അപ്പൊ ഒരു ശൈലിയാണ് ഇവിടെ പറഞ്ഞത്. മർക്കടമുഷ്ടി എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? എല്ലാരും എഴുതിയോ? അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. പിരിച്ചെഴുതുക. എപ്പോഴും ഒരു ചോദ്യം പിരിച്ചെഴുതാനുണ്ടാവും കേട്ടോ. പിരിച്ചെഴുതുക. ഇത്യാദി. ക്വസ്റ്റ്യൻ എന്താണ്? ഇത്യാദി. ഇത്യാദി എന്നത് എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ഒന്ന് എഴുതി നോക്കിയേ. നിങ്ങൾക്ക് എഴുതാനുള്ള സമയമാണ് ഞാൻ തരുന്നത് കേട്ടോ. ഇത്യാദി എന്നൊന്ന് പിരിച്ചെഴുതൂ. ഇത്യാദി. എല്ലാരും എഴുതിയല്ലോ? എഴുതി. എടുക്കർ. അടുത്ത ചോദ്യം പറയുന്നു കേട്ടോ. കല്ലോലം. കല്ലോലം എന്ന പദത്തിന്റെ അർത്ഥം. കല്ലോലം എന്ന പദത്തിന്റെ അർത്ഥം. കല്ലോലം എന്ന പദത്തിന്റെ അർത്ഥം. ആരാണ് മുഴുവൻ മാർക്ക് വാങ്ങാൻ നോക്കട്ടെ, നല്ല മിടുക്കരായിട്ട്. കല്ലോലം. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. വീണ്ടും ഒരു കവിതയുടെ വരികൾ തന്നെയാണ്. അതൊരു കവിത മാത്രമല്ല, വളരെ രസകരമായ ഒരു കലാരൂപമുണ്ട്. ആ കലാരൂപവുമായി ബന്ധപ്പെട്ടൊരു വ്യക്തിയാണ്. ഞാനിപ്പോ ക്ലൂ തന്ന നിങ്ങൾ ആൻസർ പറയും, അതുകൊണ്ട് അധികം പറയുന്നില്ല. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം. ആരുടേതാണ് ഈ വരികൾ? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. ആരുടേതാണ് ഈ വരികൾ എന്നതാണ് ചോദ്യം. പിന്നെ വരുന്നത് ഒരു കടങ്കഥ പോലുള്ള ചോദ്യമാണ്. കടങ്കഥകൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? ഒരുപാട് കടങ്കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ തന്നെ അതെ, വളരെ രസകരമായൊരു കടങ്കഥയാണ്. പക്ഷെ ഇത് അധികം കേൾക്കാത്തൊരു കടങ്കഥയാണെന്നാ തോന്നുന്നത്. പച്ചപ്പലക കൊട്ടാരത്തിൽ 100 കൊട്ടത്തേങ്ങ. എന്ത് രസമായിട്ടല്ലേ ചോദ്യപേപ്പർ തയ്യാറാക്കിയത്. പലതരത്തിലുള്ള
കുട്ടികളുടെ എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ശ്രദ്ധിച്ചു എല്ലാവരും? അത് പല മേഖലകൾ ഉൾപ്പെടുത്തിയ ചോദ്യങ്ങളാണ് ചോദ്യപേപ്പറിലുള്ളത്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടതും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പച്ചപ്പലക കൊട്ടാരത്തിൽ 10ഉം 100ഉം കൊട്ടത്തേങ്ങ. അടുത്തത് എല്ലാരും എഴുതിയല്ലോ. ശരിയായ വാക്കേത് എന്നതാണ് ചോദ്യം. ശരിയായ വാക്കേത്? ആ ഓരോന്നിലും നിങ്ങൾ ശരിയായ വാക്ക് അറിയണമെങ്കിൽ മലയാള അക്ഷരങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി പഠിച്ച് നല്ല മിടുക്കരായ പഠിച്ച കുട്ടികൾക്ക് ശരിയായ വാക്കുകൾ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വാക്കുകളൊക്കെ എപ്പോഴും ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതി പഠിക്കുക, നന്നായി മനസ്സിലാക്കി പഠിക്കുക. പീഡനം, അതിൽ ഏതാണ് ആ പീഡനം എന്നതിൽ ശരിയായിട്ടുള്ള വാക്ക്? ബാക്കി 3 തെറ്റാണ്, 1 മാത്രം അതിൽ ശരി. അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏത്? സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏത്? അടുത്തൊരു ചോദ്യം ഒരു ശൈലിയാണ്. ആ ശൈലി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് എഴുതാനുള്ള സമയം തന്നിട്ടാണ് കേട്ടോ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. ആരെങ്കിലും എഴുതാത്തുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. കോസ്റ്റ് ആയ കുട്ടികളൊന്ന് എന്നോട് പറയും വേണം. അടുത്ത ചോദ്യം, കൊക്കിലൊതുങ്ങിയതേ കൊത്താവൂ. എപ്പോഴും കേൾക്കുന്ന, നിങ്ങൾ പരിചയമുള്ളൊരു ശൈലിയാണത്. കൊക്കിലൊതുങ്ങിയതേ കൊത്താവൂ എന്ന ശൈലി സൂചിപ്പിക്കുന്നത് എന്ത്? അങ്ങനെ 10 ചോദ്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ഇപ്പൊ ഞാൻ തന്നത്. ഞാൻ ഇതിന്റെ ഉത്തരങ്ങൾ പറയാം. അതിനു മുൻപ് നിങ്ങൾക്ക് മലയാളത്തിൽ എപ്പോഴും ഒരു 5 മാർക്കിന്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ചോദ്യം ഉണ്ടാവുന്നതാണ്. അതേതോ കഥയാവാം, കവിതയാവാം. പറയൂ. ഇവിടെ ഒരു കവിയാണ് ഉള്ളത്. ഈ കവിത കൊടുത്തിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ആരാണ്? ചോദ്യം ഒന്നും കൂടി പറയോ? എത്രാമത്തെ ആണ്? അവിടെ ഒന്ന് കോസ്റ്റ് ആയ കുട്ടികൾ പറയൂ. 5-മത്തേതോ? 5-മത്തെ. കല്ലോലം എന്ന പദത്തിന്റെ അർത്ഥം. 4-മത്തെ. താങ്ക് യു. അവിടെ ഉണ്ടല്ലോ, പിരിച്ചെഴുതും. ഇത്യാദി എന്ന പദം ഒന്ന് പിരിച്ചെഴുതൂ. ഇതിൽ ഇപ്പൊ പറയുന്നത് കൊക്കിലൊതുങ്ങിയതേ കൊത്താവൂ എന്ന ശൈലി സൂചിപ്പിക്കുന്നത് എന്ത്? വായിൽ കൊണ്ടാവൂ. 4-മത്തത്. സൈലന്റ് ആവൂ. 4-മത്തെ ചോദ്യം ഇത്യാദി എന്നാണ് ചോദ്യം. 1-മത്തെ ചോദ്യം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥാപരമായ കൃതി ഏത്? 2-മത്തെ ചോദ്യം കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപൂച്ചോലയുടെ കുളിരെവിടെ മക്കളെ, ആരുടെ വരികളാണിത്? 3-മത്തെ ചോദ്യം മർക്കടമുഷ്ടി എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? 4-മത്തെ ചോദ്യം ഇത്യാദി എന്ന വാക്ക് പിരിച്ചെഴുതുക. 5-മത്തത് കല്ലോലം എന്ന പദത്തിന്റെ അർത്ഥം. 6-മത്തെ ചോദ്യം മുല്ലപ്പോമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം, ആരുടേതാണ് ഈ വരികൾ? അടുത്തത് പച്ചപ്പലക കൊട്ടാരത്തിൽ 10ഉം 100ഉം കൊട്ടത്തേങ്ങ. 8-മത്തെ ചോദ്യം ശരിയായ വാക്ക് ഏത്? 9-മത്തെ ചോദ്യം സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏത്? ഇത്രയാണ്. 10-മത്തെ ചോദ്യം കൂടെ പറയട്ടെ. കൊക്കിലൊതുങ്ങിയതേ കൊത്താവൂ എന്ന ശൈലി സൂചിപ്പിക്കുന്നത്.
ഇനി ഞങ്ങളോട് പറയുന്നത് ആ 5 മാർക്കിന്റെ ചോദ്യം എങ്ങനെ എഴുതണം എന്നാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലാണ് ഒരു ചോദ്യം വരുന്നതെങ്കിൽ ആ ചോദ്യം ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പാണെങ്കിൽ ആ കവിത എങ്ങനെ എഴുതാം എന്നതാണ് പറയുന്നത്. ആ കവിത വായിച്ചാൽ ആരാണ് ആ കവിത എഴുതിയതെന്ന് അതിലുണ്ടെങ്കിൽ അത് അവിടെ പരാമർശിച്ചിട്ടുണ്ടാവും. അപ്പൊ എഴുതി തുടങ്ങുമ്പം ആ കവിതയുടെ പേരും പറ്റുമെങ്കിൽ പരാമർശിക്കുക അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നീട് ആ കവിത വായിച്ചിട്ട് എന്താണ് അതിന്റെ സാരാംശം എന്ന് ഉൾക്കൊള്ളുക. നല്ല പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുക, നല്ല വാക്കുകൾ. പിന്നെ നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട വരികൾ, ആ വരികളുടെ അർത്ഥങ്ങൾ. പിന്നെ ആ കവിതയിലൂടെ ഇന്ന്, അതായത് സമകാലികമായ പ്രസക്തി എന്താണെന്നുള്ളതും കൂടി ഉൾപ്പെടുത്തുക. ഓക്കെ, ഇങ്ങനെയാണ് ഒരു കവിതയുടെ ആശയക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇവിടെ ഒരു ജീവിതരേഖ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഫോട്ടോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണെന്ന് എന്നുള്ളത് അല്ലേ? ആരുടെ ഫോട്ടോ ആണ്? അറിയാം. ആരുടെ ഫോട്ടോ ആണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അതെ. ആരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ? മലയാള ഭാഷയുടെ പിതാവ്. അതെ, മലയാള ഭാഷയുടെ പിതാവാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഒരു കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തത്. അപ്പൊ ഒരു ജീവിത രേഖ തയ്യാറാക്കുമ്പോൾ ആ കവിയുടെ പേര് ഹെഡിങ് ആയിട്ട്, അതുപോലെ തന്നെ ആ ജീവിത കാലഘട്ടം അതൊക്കെ എഴുതിയതിനു ശേഷം ആണ് എഴുതി തുടങ്ങേണ്ടത്. നിങ്ങൾ സ്കൂളിൽ നിന്ന് എഴുതിയിട്ടുണ്ടല്ലോ അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ജനിച്ചു, അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ, അദ്ദേഹത്തിന്റെ സംഭാവനകൾ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടോ, ഏതൊരു കവിന്റെ ചോദിച്ചാൽ അങ്ങനെയാണ് ജീവരേഖ തയ്യാറാക്കുക. അവർക്ക് കിട്ടിയ അവാർഡ്സ് ഇതൊക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ചെയ്യുക. ഇവിടെ എന്താ കൊടുത്തതനുസരിച്ചാണ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. മലയാള ഭാഷയുടെ പിതാവിനെ കുറിച്ച് ഇത് മലയാള ഭാഷയുടെ പിതാവാണ് അല്ലെ? ഇദ്ദേഹത്തിന്റെ കാവ്യ ശൈലി എങ്ങനെയായിരുന്നു? കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്. ഇതൊക്കെ ഇവിടെ പറയണം. പിന്നെ 1 മാർക്ക് ചോദിച്ചിട്ടുണ്ട് ചില ചോദ്യങ്ങൾ, അങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊന്ന് പറയാണ് കേട്ടോ. ഉത്തരം പറയട്ടെ. എല്ലാരും എഴുതിയത് ശരിയാ നോക്കണേ. 10 എണ്ണം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥാപരമായ കൃതി ഏതാണ്? ഓർമ്മയുടെ അറകളാണ്. ഓർമ്മയുടെ അറകൾ ഏതാണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥാപരമായ കൃതി ഏതാണ്? ഓർമ്മയുടെ അറകൾ. കാടെവിടെ മക്കളെ, മേടെവിടെ മക്കൾ, കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ മക്കളെ, ആരുടെ വരികളാണിത്? അയ്യപ്പ പണിക്കർ. അയ്യപ്പ പണിക്കർ. അടുത്ത ചോദ്യം, മർക്കടമുഷ്ടി എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ദുർവാശിയാണ്. മർക്കടമുഷ്ടി എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുർവാശി. ഇത്യാദി എന്ന വാക്ക് എങ്ങനെയാ പിടിച്ചെയ്ത? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ഇത്യാദി എങ്ങനെയാ പിടിച്ചെയ്ത? ഒന്നുകൂടെ പറയുമോളെ. ഇതി അധികം ആദി. കറക്റ്റ് ആണ്. ഇതി അധികം ആദി. ടീച്ചറെ, ആ മൂന്നാമത്തെ എതിർത്ത് സംസാരിക്കുക ശരിയാണ്. ദുർവാശി എന്നാണ് ഇവിടെ ആൻസർ കീയിലുള്ളത്. പക്ഷെ അവിടെ ഓപ്ഷൻ കൊടുക്കാത്തത്, ഒരു കറക്റ്റ് ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ചിലപ്പോ ആ ഉത്തരം പരിഗണിക്കും. മർക്കടമുഷ്ടി എന്ന ശൈലി കൊണ്ട് അവിടെ കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ വേണം. പക്ഷെ ഇത് നിങ്ങൾ അതിനെ ആ ഒരു കാര്യത്തിനോട് യോജിച്ചൊരു ഉത്തരം എഴുതിയാല് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതാണ് കലോലം എന്ന പദത്തിന്റെ അർത്ഥം. കല്ലോലം. കല്ലോലം എന്നാൽ എന്താണ്? ആർക്കറിയാം? ആരാ എഴുതിയത്? ആരും എഴുതിയില്ല. വലിയ തിരയാണ്. വലിയ തിരകളെയാണ് നമ്മള് കലോലം എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം, മുല്ലപ്പൂമ്പ് ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗന്ദര്യം. ആരുടേതാണ് ഈ വരികൾ? ആ വരികൾ ആരുടെയാണ്? ആരുടേതാണ്? അതെ, കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ ഏത് രൂപമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഞാൻ പറഞ്ഞ ഒരു കലാരൂപമായി ബന്ധപ്പെട്ടതാണ്. ഏതാണ് ആ കലാരൂപം? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്.
റിലേറ്റഡ് ആയ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂടെ ഇതിൽ വരുന്നുണ്ട്, ശ്രദ്ധിക്കണേ. പച്ചപ്പലക കൊട്ടാരത്തിൽ 10 കൊട്ടത്തേങ്ങ. എന്താ തരാം? പപ്പായ. അതെ, പച്ചപ്പല എന്ന് പറയുമ്പോ തന്നെ പപ്പായ നമുക്ക് വേഗം മനസ്സിലേക്ക് വരും അല്ലെ? പക്ഷെ ഇവിടെ ചക്കയും മാങ്ങയും ഒക്കെ പച്ച കളർ തന്നെയാണ്. 10 കൊട്ടത്തേങ്ങ എന്ന് പറഞ്ഞത് കൊണ്ട് പപ്പായ ആണെന്നും കുറച്ചുകൂടെ ഉത്തരത്തിന്റെ അടുത്തേക്ക് എത്താൻ പറ്റും. അടുത്ത ചോദ്യം, ശരിയായ വാക്ക് ഏത്? നിങ്ങൾ ഓപ്ഷനെ പറയാവൂ, ഓപ്ഷൻ പറഞ്ഞാലേ മനസ്സിലാവൂ. ഏതാ ശരിയായ വാക്ക്? എ ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ്. എല്ലാരും എഴുതിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തൊരു ചോദ്യം, സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ്? ഏതാണ്? ഇടയ്ക്കയാണ്. അത് ഇടയ്ക്കാണ് കേട്ടോ, ഇടയ്ക്കാണ്. ഇനി അടുത്തത്, കൊക്കിലൊതുങ്ങിയതേ കൊത്താവൂ എന്ന ശൈലി സൂചിപ്പിക്കുന്നത്? ചെയ്യാൻ കഴിയുന്നത് ചെയ്യാവൂ. തീർച്ചയായും അതന്നെ, വളരെ കറക്റ്റായ ഉത്തരം. ചെയ്യാൻ കഴിയുന്നതേ ചെയ്യാവൂ എന്നത് തന്നെയാണ് ഉത്തരം. ഓപ്ഷൻ സി ആണ്. അടുത്തത് നിങ്ങൾ കണ്ടല്ലോ ചൊന്നത് എങ്ങനെയാന്നുള്ളത്. ഇതൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് എഴുതി നോക്കണേ. ഏതെങ്കിലും ഒരു കവിത എടുക്കുക, ആ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക, എന്നിട്ട് സ്വയം ഒന്ന് വിലയിരുത്തുക, അല്ലെങ്കിൽ അമ്മയോടോ അച്ഛനോടോ ഒക്കെ ചോദിച്ച് എഴുതാൻ ശ്രമിക്കുക. ചില കുട്ടികൾക്ക് എന്നെ സ്കൂളിൽ വന്ന സമയത്ത് നമ്മൾ നേരിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കും എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് അതിൽ മാർക്ക് വരാന്നൊക്കെ അപ്പൊ പറഞ്ഞു. ഓക്കെ, ഇനി വരുന്നത് EVS ആണ്. പക്ഷെ EVS GK ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ടല്ല, ഇതിൽ മലയാളം ക്വസ്റ്റ്യനേ ഉള്ളൂ. പക്ഷെ മനസ്സിലാക്കിയാൽ മതി ചോദ്യങ്ങൾ കേട്ടോ. ഇതിൽ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇംഗ്ലീഷിൽ ഇല്ലാന്ന് വെച്ചിട്ട് ഒന്നും വേണ്ട. ഈ ക്വസ്റ്റ്യൻ മലയാളത്തിലായാലും നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക, ആ പേര് അവിടെ ഇടുക, ഓപ്ഷനിലുണ്ടെങ്കിൽ മാർക്ക് ചെയ്യുക. ചോദ്യം ഞാൻ പറയാം. ഇന്ത്യ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യത്തെ മലയാളി വനിത. ആർക്കാ ഉത്തരം പറയാൻ പറ്റുക? അറിയോ? ആരറിയില്ല? അല്ല, അല്ല, വേറൊരാള് പറഞ്ഞു നോക്കൂ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത. അല്ല, അൽഫോൺസാമയാണ് കേട്ടോ, അൽഫോൺസാമ. അടുത്തൊരു ചോദ്യം പറയാം. ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്? പഞ്ചാബ് അല്ല. ഏറ്റവും കൂടുതൽ എന്നുള്ളൊരു ചോദ്യം അവിടെ. ഏറ്റവും കൂടുതൽ ഉത്തരം ലാസ്റ്റ് പറയാം ഉത്തരം അല്ലെ? അതല്ലേ രസം. ആരായി കൂടുതൽ ആൻസർ ചെയ്യാൻ നോക്കാം. ലാസ്റ്റ് പറയാം, അതല്ലേ? നിങ്ങളെ നേരത്തെ എഴുതിയതില് 10 മാർക്ക് വാങ്ങിയ മിടുക്കന്മാരും മിടുക്കികളൊക്കെ ഉണ്ട്. അവർക്കൊരു ഓക്കെ അയക്കാലോ, ടൈപ്പ് ചെയ്തിട്ട് കമന്റ് ചെയ്യാലോ. നല്ല കമന്റുകൾ ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അടുത്തൊരു ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാലസാഹിത്യ കൃതി ഏതാണ്? അറിയുന്നവർ മെസ്സേജ് ചെയ്യാൻ പറ്റും. മെസ്സേജ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ഡോണ്ട് വറി. നിങ്ങൾ എഴുതുന്നുണ്ടോ? സെൽഫ് ഇവാലുവേറ്റ് ചെയ്യൂ. നിങ്ങൾ എഴുതുന്ന ആൻസർ ആണോ എന്നൊന്ന് നോക്കണേ. ഓക്കെ, മെസ്സേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ, മെസ്സേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. സാർ പറഞ്ഞ കേട്ടല്ലോ അല്ലേ? അപ്പം മെസ്സേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറച്ച് കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ചോദ്യത്തിൽ പോട്ടെ സാർ. മാം, മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. ഞാൻ ചോദ്യം ബാല്യകാല സഖി. ഉത്തരം ഞാൻ ലാസ്റ്റ് പറയാന്ന് പറഞ്ഞിരുന്നു. ലാസ്റ്റ് പറയാം കേട്ടോ.
ബാലസാഹിത്യകൃതി ചോദിച്ചത്. ബാലസഖി ഒരു ഞാൻ പറയട്ടെ, പറയുമ്പോ എന്താ അറിയോ, നിങ്ങൾ കേൾക്കാതെ പോകും. ബാലസാഹിത്യ കൃതി അല്ല ബാല്യകാലസഖി എന്നത്, ബാലസാഹിത്യ കൃതി എന്നാണ് ചോദിച്ചത്. അടുത്ത ചോദ്യം ഉണ്ട്, അതൊരു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. ചില ക്വസ്റ്റ്യനിൽ ഞാൻ ഒഴിവാക്കുന്നുണ്ട്, ചിലത് ഇപ്പത്തെ പ്രസക്തി അല്ലാത്ത ചോദ്യങ്ങൾ, ആവശ്യമില്ല. ഓക്കെ, ആറാമത്തെ ചോദ്യം, രാജ്യത്തെ കായിക താരങ്ങൾക്ക് നൽകുന്ന പരമോന്നത കായിക ബഹുമതി ഏതാണ്? രാജ്യത്തെ കായിക താരങ്ങൾക്ക് നൽകുന്ന പരമോന്നത കായിക ബഹുമതി ഏതാണ്? ഏഴാമത്തെ ചോദ്യം, ഏത് നദിയിലാണ് കുറുവ ദ്വീപ്? ഏത് നദിയിലാണ് കുറുവ ദ്വീപ്? ഏത് നദിയാണ് കുറുവ ദ്വീപ്? ഓക്കെ, എനിക്ക് കേൾക്കാം. ഒരാൾ പറഞ്ഞാൽ മതി. ചോദ്യം എട്ടാമത്തത്, ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. അടുത്തൊരു ചോദ്യമാണ്, കേരള മുഖ്യമന്ത്രി ആകാത്ത വ്യക്തിയാണ് ചോദിച്ചത്. ഇതിലൊരാള് കേരള മുഖ്യമായിട്ടില്ല എന്ന് പറയുന്നു. ആരാ നോക്കട്ടെ ഞാൻ. ആ ചോദ്യം ക്യാൻസൽ ചെയ്തോളൂ കേട്ടോ, അത് വേണ്ട, അതിൽ തെറ്റുണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ വേണ്ട, അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചൂലന്നൂരിൽ മയിൽ സങ്കേതം ഏത് ജില്ലയിലാണ്? ചൂലന്നൂരിൽ മയിൽ സങ്കേതം ഏത് ജില്ലയിലാണ് എന്നതാണ് ചോദ്യം. ഞാൻ ആദ്യം തൊട്ട് പറയട്ടോ, നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഗ്രൂപ്പിൽ പറഞ്ഞാൽ അയച്ചു തരാം. അതുകൊണ്ട് ഇപ്പൊ ആരും ടെൻഷൻ ആവുന്നു വേണ്ട, ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് ഇടം നേടിയ ആദ്യ മലയാളി വനിത അൽഫോൺസാമയാണ്. പിന്നെ മേജർ റൈസ് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്, അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാലസാഹിത്യ കൃതി എന്ന് പറയുന്നത് എന്തല്ല, ബാല്യകാല സഖിയല്ല, ഏതാണ്? സർപ്പയജ്ഞമാണ്. സർപ്പയജ്ഞം. അടുത്ത ഞാൻ ക്യാൻസൽ ചെയ്തൊരു ചോദ്യമാണ്. അതിന്റെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഞങ്ങളോട് ഉത്തരം ചോദിക്കാത്ത എന്തുകൊണ്ടാണ് അറിയാം? നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നോണ്ടാണ്, അപ്പൊ ആർക്കും കേൾക്കാതെ വരും, അതുകൊണ്ടാണ് കേട്ടോ. മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം, രാജ്യത്തെ കായിക താരങ്ങൾക്ക് നൽകുന്ന പരമോന്നത കായിക ബഹുമതി ഏതാണ്? എല്ലാവരും പറയുന്ന ആൻസർ അല്ലേ? രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരമാണ്, അവാർഡാണ്. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. അടുത്തത്, ഏത് നദിയിലാണ് കുറുവ ദ്വീപ് എന്നതാണ് ചോദ്യം. ഏത് നദിയിലായിരിക്കാം കുറുവ ദ്വീപ്? നിങ്ങൾ എത്രയൊക്കെ ശരിയാണെന്ന് നോക്കണേ. നേരത്തെ ഒരുപാട് പേര് ഇങ്ങനെ കബനി പറയുന്നുണ്ടായിരുന്നു. ഉത്തരം ശരിയാണ് കേട്ടോ, കൺഗ്രാറ്റ്സ് ഉത്തരം പറഞ്ഞവർക്കൊക്കെ. അടുത്തത്, ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉൽപ്പാദിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു. ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശ്. അടുത്തൊരു ചോദ്യം ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ചൂലന്നൂരിൽ മയിൽ സങ്കേതം ഏത് ജില്ലയിലാണ്? അതിന്റെ ആൻസർ പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ല കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എന്നൊക്കെ എനിക്കറിയാം, മലയാളം ഡൗട്ട് ഉണ്ടാവും. നമ്മളിപ്പം ഇന്ന് പറഞ്ഞതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ വേറെ ചോദ്യ പേപ്പറിലേക്ക് പോവാണ്. പോട്ടെ? ഓക്കെ മിസ്.
നിങ്ങൾ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ എടുത്ത് ചെയ്യണം കേട്ടോ. ചോദ്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതലും എങ്ങനെയാണ് ഒരു എക്സാമിന് ഓരോ ചോദ്യങ്ങളും ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളൊരു ഏകദേശം ഐഡിയ കിട്ടും. അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഉത്തരം എഴുതണേ. ഉത്തരം എഴുതല്ലോ. ഞാൻ ചോദ്യം വായിക്കാം. ഇല്ല, ചില ചോദ്യം ഞാൻ ഒഴിവാക്കുന്നുണ്ട്. ഇപ്പൊ പ്രസക്തമല്ലാത്ത ചോദ്യങ്ങളാണ് അത് ഒഴിവാക്കുന്നത്. മിഠായി പൊതി എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആര്? മിഠായി പൊതി എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആര്? മിഠായി പൊതി എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആര്? അടുത്ത് നോക്കൂ, ഒരു അർത്ഥമാണ്. ദുഃഖം എന്ന പദത്തിന്റെ അർത്ഥം. ദുഃഖം എന്ന പദത്തിന്റെ അർത്ഥം. ആ മൂന്നാമത്തെ ചോദ്യത്തിന് പകരം മറ്റൊരു ചോദ്യം ചോദിക്കാം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അടുത്ത ചോദ്യം പിരിച്ചെഴുതുക. പിൽക്കാലം. പിൽക്കാലം എന്നത് പിരിച്ചെഴുതണം. പിൽക്കാലം എന്നത് കാണുന്നുണ്ടല്ലോ. പിൽക്കാലം പിരിച്ചെഴുതുക. അടുത്ത ചോദ്യം, കഥകളി വേഷമായ പച്ചയിൽ മുഖത്തിന് പച്ച നിറം നൽകാൻ എന്താണ് ഉപയോഗിക്കുന്നത്? കഥകളി വേഷമായ പച്ചയിൽ മുഖത്തിന് പച്ച നിറം നൽകാൻ എന്താണ് ഉപയോഗിക്കുന്നത്? ചോദ്യം കാണുന്നുണ്ടല്ലോ. അടുത്ത നല്ലൊരു കവിതയാണ്. ആരാ വായിക്കത്? ഒരാൾ വായിക്കൂ. ആരും വായിക്കുന്നില്ലേ? നേരത്തെ വായിച്ച ആളൊന്ന് വായിക്കൂ ഒന്നുകൂടി. മോളെ പേരെന്താണ്? ആ വായിക്കൂ. ഏഞ്ചൽ. ആ വായിച്ചോളൂ ഏഞ്ചൽ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഓക്കെ, നന്നായിട്ടുണ്ട് മോളെ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. എന്ത് മനോഹരമായ വരികളാണ് അല്ലെ? ഈ വരികൾ ആരുടേതായിരിക്കാം? ഒന്ന് ശ്രമിച്ചു നോക്കൂ എഴുതാന്. ആരാണ് എഴുതിയത്? കണ്ടല്ലോ ചോദ്യം എല്ലാരും. അടുത്ത ചോദ്യം, ഇടക്കയിൽ തൂക്കിയിട്ടിരിക്കുന്ന ചെണ്ടുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇടക്കയിൽ തൂക്കിയിട്ടിരിക്കുന്ന ചെണ്ടുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇടക്കയിൽ തൂക്കിയിട്ടിരിക്കുന്ന ചെണ്ടുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എഴുതിയല്ലോ എല്ലാരും. അടുത്ത ചോദ്യം, എഴുതി. ഇരുതലമൂരി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വളരെ രസകരമായ പ്രയോഗങ്ങളാണ് ഇതൊക്കെ. പണ്ട് കാലത്ത് കൂടുതലായി ഉപയോഗിച്ചു വന്നിരുന്ന പ്രയോഗങ്ങളാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അത്ര പരിചയമല്ല. ഒന്നാമത് വായന കുറവാണല്ലോ. ഒരുപാട് കഥകളും കവിതകളൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രയോഗങ്ങൾ കിട്ടുന്നത്. ഇങ്ങനത്തെ ശൈലി നേരത്തെ ഉണ്ടായിരുന്നു അല്ലെ? നേരത്തെ ഒരു ശൈലി ഉണ്ടായിരുന്നു. അപ്പൊ ശൈലി ചോദിക്കുന്നുണ്ട് അല്ലെ എക്സാമിന്. ഇരുതലമൂരി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ഇവിടെ. ഓക്കെ ആണല്ലോ എല്ലാരും? യെസ്. ഭൂമി. ഭൂമി എന്നർത്ഥം വരാത്ത പദം. വരുന്ന പദം എന്നല്ല, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. വരാത്ത പദം എന്നാണ് ഇവിടെ ചോദിച്ചത്. വരാത്ത പദം ഏതാണ്? ഭൂമി എന്നർത്ഥം വരാത്ത പദം. ഭൂമിയുടെ പര്യായമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഭൂമിയുടെ പര്യായം അറിയാത്ത ആരും ഉണ്ടാവില്ല. വളരെ ഈസി ആയൊരു ചോദ്യമാണത്.
അടുത്തൊരു ചോദ്യം. താഴെ പറയുന്നവയിൽ താരാട്ട് പാട്ട് ഏത്? കുഞ്ഞേടത്തിയെ തന്നെ ഉണ്ണിക്കെന്നെന്നും ഏറെ ഇഷ്ടം. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ. വെണ്ണയെ കണ്ടൊരു കണ്ണന്താൻ അന്നേരം വെണ്ണിലാ വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ. ഒരു ചെടിയും നട്ടു വളർത്തി ഓണപ്പൂ അങ്ങനെ നുള്ളാം. ഇങ്ങനെയാണ് കവിതകൾ അവിടെ കൊടുത്തത്. അപ്പൊ ഈ കവിതയില് താരാട്ട് പാട്ട് ഏതാ നിങ്ങൾക്ക് കേട്ടാ വേഗം മനസ്സിലാവും അല്ലെ? താരാട്ട് പാട്ട് കേൾക്കാത്ത കുട്ടികൾ ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം അത് ഏതാന്ന് വേഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എല്ലാരും എഴുതിയല്ലോ? എഴുതി. ഓക്കെ. അപ്പം ഞാൻ ഒന്നുകൂടി ചോദ്യം വായിക്കണോ അല്ലെങ്കിൽ ഉത്തരത്തിലേക്ക് പോകാൻ പറ്റുമോ? ചോദ്യം ഒന്നുകൂടെ വായിക്കട്ടോ കേൾക്കാത്ത കുട്ടികൾക്ക്. മിഠായി Okay. പൊതി എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആര്? മിഠായി പൊതി എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആര്? അടുത്തത് ദുഃഖം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? അടുത്തത് ചോദ്യം മാറ്റിയില്ലേ? എഴുത്തച്ഛൻ പുരസ്കാരം 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം പിരിച്ചെഴുതുക. പിൽക്കാലം എന്നത് പിരിച്ചെഴുതുക. കഥകൾ ശേഷമായ പച്ചയിൽ മുഖത്തിന് പച്ച നിറം നൽകാൻ എന്താണ് ഉപയോഗിക്കുന്നത്? അടുത്തൊരു കവിതയാണ്. വാക്കുകൾ കുട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവലോ നിങ്ങൾ. ഈ വരിയുടെ കഥാവാര്? അടുത്ത ചോദ്യം ഇടയ്ക്കയിൽ തൂക്കിയിട്ടിരിക്കുന്ന ചെണ്ടുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വേറൊരു ചോദ്യം കൂടെ പറയട്ടെ. ഇരുതരി എന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഭൂമി എന്നർത്ഥം വരാത്ത പദം. ഭൂമി എന്നർത്ഥം വരാത്ത പദം. അടുത്തത് താഴെ പറയുന്നവയിൽ താരാട്ടു പാട്ട് ഏതാണ് എന്നതാണ് ചോദ്യം. താഴെ പറയുന്നവയിൽ താരാട്ടു പാട്ട് ഏതാണ് എന്നതാണ് ചോദ്യം. ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിന്റെ കുറെ എല്ലാവരും എഴുതിയിട്ടുണ്ട് ഞാൻ വിചാരിക്കട്ടെ. ആൻസർ എഴുതിയിട്ടുണ്ട് ആരും? ഞാൻ പറയട്ടെ ആൻസർ. എല്ലാവരും റെഡിയാ? റെഡി? ആ Okay. Ready. ഓക്കെ. മിഠായി പൊതി എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആരാ? ആരാ ഉത്തരം പറയാ? ടീച്ചറെ സുമംഗല. വെരി ഗുഡ്. സുമംഗലയാണ് കേട്ടോ. സുമംഗല. ദുഃഖം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? പാല്. ദുഃഖം എന്ന് പറഞ്ഞ പാലാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അതാരാ പറയാ? NS മാധവൻ. വെരി ഗുഡ്. NS മാധവനാണ്. മുൻപോ 2023 അറിയില്ല? അറിയായിരുന്നു, മറന്നുപോയി. SK വസന്തനാണ് എഴുത്തച്ഛൻ പുരസ്കാരം 2023 ലഭിച്ചത്. അടുത്ത ചോദ്യം പിരിച്ചെഴുതുക അല്ലെ? പിരിച്ചെഴുതുക പിൽക്കാലം എങ്ങനെയാ പിരിച്ചെഴുതുക? ഒന്നുകൂടെ കാലം. പിൻ അധികം കാലമാണ്. പിൻ എന്നാണ് വരുന്നത് അവിടെ? പിന്നാണ് എഴുതിയത്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. പിൻ അധികം കാലം. അടുത്തത് കഥകളി വേഷമായ പച്ചയിൽ മുഖത്തിന് പച്ച നിറം നൽകാൻ എന്താണ് ഉപയോഗിക്കുന്നത്? അതറിയില്ല മിസ്സേ. ഓക്കെ, അഞ്ചാമത്തെ ആൻസർ മനയോല എന്നാണ് ആൻസർ. മനയോല. ഓക്കെ, അടുത്ത ചോദ്യം പറയട്ടെ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ആരുടെ വരികളാണത്? വൈലോപ്പള്ളി.
അതെ, വൈലോപ്പള്ളിയുടെയാണ്. വൈലോപ്പള്ളി അതിമനോഹരമായ ഒരു കവിതയാണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യനൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇടക്കയിൽ തൂക്കിയിട്ടിരിക്കുന്ന ചെണ്ടുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 64 കലകളെ. 64 കലകളെയാണ്. 64 കലകളെ സൂചിപ്പിക്കുന്നത്. എട്ടാമത്തത്, ഇരുതലമൂരി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? രണ്ട് പക്ഷത്തും ചേരുന്നവൻ. കറക്റ്റ് ആണ്. രണ്ട് പക്ഷത്തും ചേരുന്നവൻ. അടുത്ത ചോദ്യം, ഭൂമി എന്നർത്ഥമില്ലാത്ത പദം. തരണി. തരണി. ഭൂമിയുടെ പര്യായങ്ങൾ ഏതൊക്കെയാ? ധരണി, ധരാധരിത്രി ധരിത്രി, അല്ലെ? ഭൂവ്, ധരാധരിത്രി, പാല്, ധരണി. ധരണി, ആര്, ജഗത്ത്, ഭൂവ്. താഴെ പറയുന്നവയിൽ താരാട്ട് പാട്ട് ഏതാണ്? ഓമന തിങ്കൾ കിടാവോ, അല്ല കോമള താമര പൂവ്. അതാണ് കവിത. എല്ലാവർക്കും അറിയാലോ. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവ്, അതാണ്. അപ്പൊ എല്ലാവർക്കും ഉത്തരം ശരിയാണോ നോക്കൂ. ഉത്തരം എത്ര പേര് ഫുള്ള് ശരിയാക്കി? ടീച്ചറെ 10ൽ 9 മാർക്ക്. മിടുക്കി, കുഴപ്പമില്ല. 9 മാർക്ക് നല്ല മാർക്കാണ്. നേരത്തെ 9 ആയിരുന്നു. ഓക്കെ 9 മാർക്ക് ഉണ്ട് അല്ലെ, നല്ലതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും 9ഉം 10ഉം മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്ന. ഈസി ആയിരുന്നു ചോദ്യങ്ങൾ അല്ലെ. ഇനി നിങ്ങൾ SSS എക്സാമിന്റെ ശരിക്കുള്ള ചോദ്യ പേപ്പറും ഇതേപോലെ ഈസി ആട്ടെ എല്ലാം കേട്ടോ. കുറച്ച് ചോദ്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യാവോ? കുറച്ച് സമയം കൂടി ഉള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം പറയാം കേട്ടോ. ഈ വർഷത്തെ വയലാർ അവാർഡും അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരങ്ങളൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ, അത് നോക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടെത്തുക, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓരോ വർഷം, കഴിഞ്ഞ വർഷം കിട്ടിയതും ഈ വർഷം കിട്ടിയതും നോക്കാം. അതിന് മുൻപ് കിട്ടിയത് നോക്കണ്ടെന്നല്ല. പിന്നെ നോക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാല് തൂലികാനാമങ്ങളാണ്. ഓരോരുത്തർ തൂലികാനാമങ്ങൾ. പിന്നെ എല്ലാ അർത്ഥം പര്യായ പദവും ഒക്കെ പഠിക്കണം. പിന്നെ പിരിച്ചെഴുതുക എങ്ങനെയാ കുറെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. പിരിച്ചെഴുതുക എന്നുള്ള ചോദ്യങ്ങള് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്തില്ലേ പലതരത്തിലുള്ള ശൈലികള്, ആ ശൈലി ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ശൈലി തിരിച്ചറിഞ്ഞിട്ട് എഴുതുക. പിന്നെ ആ 5 മാർക്കിന്റെ ചോദ്യമാണ് എപ്പോഴും കുട്ടികൾ ഇരിക്കുന്നത്. എപ്പോഴും ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് എഴുതാൻ വരുമ്പോ നിങ്ങൾ എഴുതുന്നതിന്റെ പദപ്രയോഗങ്ങളാണെങ്കിലും എന്താ പറയാ, ഒരു കവിതയെ കുറിച്ച് ആസ്വാദനം ചെയ്യുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് അതിന്റെ ആ കവിതയുടെ അർത്ഥം മനസ്സിലാക്കി, അതിന്റെ സമകാലിക പ്രസക്തി മനസ്സിലാക്കി, വേണ്ട കാര്യങ്ങൾ ആ ബോക്സിന്റെ ഉള്ളിൽ എഴുതാനുള്ള സ്ഥലമുള്ളൂ. അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ അർത്ഥവത്തുള്ളതായിരിക്കണം. എന്നാൽ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആ 5 മാർക്കിൽ തന്നെ ഇടയ്ക്ക് ചിലതിന്റെ അർത്ഥം കണ്ടെത്തുക, പര്യായം എഴുതുക എന്ന് പറഞ്ഞിട്ട് 1 or 2 മാർക്ക് അങ്ങനെയും ചോദിക്കും കേട്ടോ. അല്ലെങ്കിൽ ഈ കവിതയുടെ വരികൾ ആരാണ് എഴുതിയത് അങ്ങനെയൊക്കെ ചോദിക്കാം. ഞാൻ പറയുന്നത് ടോട്ടൽ ചെയ്തിട്ടാണ് ആ ഒരു 5 മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് വരാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിലിടാം, അല്ലെങ്കിൽ നമുക്ക് ഈ ക്ലാസ് കണ്ടാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോണോ? കുറച്ചും കൂടെ വേണമെന്നാണോ? ഓക്കെ, മെഡിക്ക് ഒരു ചോദ്യം ഞാൻ കാണിച്ചു തരാം. 8 മിനിറ്റ്. നിങ്ങളെ ചാപ്റ്റർ ബേസ് ചെയ്തൊരു ചോദ്യമാണ് ഇനി ഞാൻ കാണിക്കുന്നത്. ചോദ്യം ഞാൻ ആദ്യം ചെയ്യിക്കുകയാണ് നിങ്ങളെ കൊണ്ട്. വെണ്ണക്കണ്ണ് എന്നുള്ള എല്ലാവരും പഠിച്ചൊരു ചാപ്റ്ററാണ് അല്ലെ. വെണ്ണക്കണ്ണ് എന്നുള്ള ചാപ്റ്ററിലെ കവികളൊക്കെ എല്ലാവരും പഠിച്ചല്ലേ. ഞാൻ ചോദ്യം പറയട്ടെ. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആനനം, കാനനം, വദനം, ആസ്യം.
കൃഷ്ണഗാഥയുടെ കർത്താവാര്? നിലാവ് എന്നർത്ഥം വരുന്ന പദമേത്? താഴെ ഓപ്ഷൻ കിട്ടോ. തിങ്കൾ, കൗമുദി, അമ്പിളി, ചന്ദ്രൻ. ചേരുംപടി ചേർക്കുക. ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, കുമാരനാശാൻ, വള്ളത്തോൾ. അപ്പുറത്ത് എന്താ കൊടുത്തേ? ദുരവസ്ഥ, മഗ്ദലന മറിയം, കൃഷ്ണഗാഥ, കല്യാണ സൗഗന്ധികം. അടുത്തൊരു ചോദ്യം, കൃഷ്ണഗാഥയുടെ രചനയ്ക്ക് പിന്നിലെ വിനോദം ഏതാണ് എന്നതാണ് ചോദ്യം. അമ്പെയ്ത്ത്, ചതുരംഗം, തേരോട്ടം, ചൂതാട്ടം. ടീച്ചറെ ആ. കുറച്ച് എഴുതാനുള്ള സമയം തരുമോ? ഇപ്പൊ എഴുതണ്ട, ഞാന് ഒന്നുകൂടെ വായിക്കാം. ആദ്യം ഇത് വായിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം, അപ്പൊ എഴുതിക്കോട്ടോ. ആദ്യം എല്ലാം വായിച്ചു തരാം. ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഓരോ ചോദ്യങ്ങളായിട്ട്. പിരിച്ചെഴുതുക കേഴുമല്ലോ എന്നതാണ് പിരിച്ചെഴുതേണ്ടത്. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം ആദ്യം തൊട്ടിട്ട്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഞാൻ എഴുതിക്കോളൂ. ആനനം, കാനനം, വദനം, ഹാസ്യം. ഏതാ കൂട്ടത്തിൽ പെടാത്തത്? ഇപ്പൊ തന്നെ ആൻസർ പറഞ്ഞു പോവാ. ടീച്ചർ ആൻസർ പറയട്ടെ. പറഞ്ഞോളൂ. കാനനം. കാനനം എന്ന് പറഞ്ഞാൽ എന്താണ്? വനം. കാട് അല്ലെ? ബാക്കിയുള്ളൊക്കെ എന്തിന്റെ പര്യായാണ്? ആനനം, വദനം, ഹാസ്യം. അതെ, മുഖത്തിന്റെ പര്യായമാണ്. അടുത്തൊരു ചോദ്യം, കൃഷ്ണഗാഥയുടെ കർത്താവാര്? എല്ലാവർക്കും അറിയുന്നതാണ്. കൃഷ്ണഗാഥയുടെ കർത്താവ് ആരാണ്? ചെറുശ്ശേരിയാണ്. കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരിയാണ്. അടുത്തൊരു ചോദ്യം, നിലാവ് എന്നർത്ഥം വരുന്ന പദം ഏത്? തിങ്കൾ, കൗമുദി, അമ്പിളി, ചന്ദ്രൻ. ഏതാണ് അർത്ഥം വരുന്നത്? നിലാവ് എന്നുള്ള അർത്ഥം? കൗമുദി. അതെ, കൗമുദിയാണ്. അടുത്ത ചേരുംപടി ചേർക്കുകയാണ്. ചെറുശ്ശേരി ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതില്? അപ്പുറത്തെ ഭാഗത്ത് ബി സൈഡില് കൃഷ്ണഗാഥ. കുഞ്ചൻ നമ്പ്യാർ ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ആൻസർ ആയിട്ട് തന്നെ പറഞ്ഞതാ. കല്യാണ സൗഗന്ധികം. കുമാരനാശാൻ ദുരവസ്ഥ. വള്ളത്തോൾ മഗ്ദലന മറിയം, വള്ളത്തോൾ. ഈ അടുത്തൊരു ചോദ്യം, കൃഷ്ണഗാഥയുടെ രചനയ്ക്ക് പിന്നിലെ വിനോദം എന്താണെന്നാണ്? അമ്പെയ്ത്ത്, ചതുരംഗം, തേരോട്ടം, ചൂതാട്ടം. ചതുരംഗമാണ് ഉത്തരം. ചതുരംഗം. പിരിച്ചെഴുതുക. എങ്ങനെയാ പിരിച്ചെഴുതുക? കേഴുമല്ലോ. കേഴുമധികം അല്ലോ. ഓക്കെ, കേഴും അധികം അല്ലോ എന്നതാണ് ആൻസർ. ഇന്ന് ഇത്രയും മതി. ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്ത് അല്ലേ? യെസ്. ഇന്ന് പഠിച്ചതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യും, എല്ലാവരും വായിക്കേട്ടോ. തെറ്റിയ ആൻസേഴ്സ് ഒക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ശരിക്കും അത് പഠിക്കുക. ഓരോ ചോദ്യങ്ങളായിട്ട് എടുത്ത് പഠിക്കുക. എല്ലാ ചോദ്യങ്ങളും പഠിക്കുക. എല്ലാ ചോദ്യ പേപ്പറുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതൊക്കെ നോക്കി പഠിക്കുക. എല്ലാവർക്കും LSS എക്സാം വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.